പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ കുഞ്ഞ് കാര്യമാണെങ്കിൽ പോലും എത്ര കാര്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അതായത് ഇന്നലത്തെ വീഡിയോ നന്നായിട്ടുണ്ടല്ലോ, അതിൻ്റെ ക്വാളിറ്റി നന്നായിരുന്നല്ലോ. അപ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത് ഇന്നലത്തെ വീഡിയോ എന്താ. അപ്പോൾ നമ്മുടെ സൈജു പുതിയൊരു ഫോൺ എടുത്തിട്ടുണ്ട്. അത് എന്തോ ഐഫോണോ സാംസങ് എന്തോ ഒരു സാധനമാണ്. അപ്പോൾ ആ ഫോണിലാണ് ഇന്നലെ എടുത്തത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ചെറിയൊരു കാര്യം പോലും നിങ്ങൾ എത്ര ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാനങ്ങനെ നോക്കായിരുന്നു. ഇന്നത്തെയും വീഡിയോ നമ്മൾ സൈജുവിൻ്റെ ഫോണിലാണ് എടുത്തിട്ടുള്ളത്. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്, നിങ്ങളിങ്ങനെ ചെറിയ കാര്യമാണെങ്കിൽ അച്ഛനോട് പറയുമ്പോൾ സന്തോഷമാണ് കേട്ടോ. പ്രഭാഷക പുസ്തകം 49:3 അവിടെ വചനം പറയാണ്, അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു, ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മനസ്സൊക്കെ ചിലപ്പോഴൊക്കെ മരവിച്ച് പോകുമ്പോഴോ അല്ലെങ്കിൽ പ്രയാസപ്പെടുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ശരിക്കും ഹൃദയം കർത്താവിൽ ഉറപ്പിക്കണം സഹോദരങ്ങളെ. ഹൃദയം കർത്താവിൽ ഉറപ്പിക്കാത്തിടത്തോളം കാലം നമ്മുടെ ജീവിതം ശരിക്ക്, അതായത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പറയില്ലേ, ഉപ്പില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പോലെയായിരിക്കും. കർത്താവിൽ നമ്മൾ ഹൃദയം ഉറപ്പിച്ചില്ലേ ഭയങ്കര അസ്വസ്ഥരായിരിക്കും. എപ്പോഴും നമുക്ക് ഈ ജീവിതത്തോട് തന്നെ മടുപ്പ് തോന്നുകയെന്ന് പറയില്ലേ. ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം അതുപോലെ തിന്മയുടെ ശക്തി പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം ദൈവഭക്തിയിൽ നമ്മെ തന്നെ ബലപ്പെടുത്തുന്നുവോ അത്രമാത്രം ഒരു ആത്മവിശ്വാസം നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ കണ്ണുകളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ശക്തമായിട്ട് നമ്മുടെ ഹൃദയം കർത്താവിൽ ഉറപ്പിക്കാനായിട്ടുള്ള കൃപ നമ്മൾ ചെയ്യണം. അതുപോലെ നമ്മുടെ മക്കളത് പരിശീലിപ്പിക്കണം. ഹൃദയം കർത്താവിൽ ഉറപ്പിക്കാനുള്ള ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ സൈജു എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ വർഷങ്ങളായിട്ട് എഡിറ്റ് ചെയ്യുന്ന ആളാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നിങ്ങൾ പ്രത്യേകമായിട്ട് അവൻ്റെ ചില നിയോഗങ്ങൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ആ നിയോഗങ്ങൾക്ക് വേണ്ടി കൂടി നിങ്ങൾ കൂടി പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായിട്ട് യേശുനാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.